വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഐഷു ബ്ലോഗർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടുള്ള ഗുജറാത്ത് സ്ട്രീറ്റിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സേവ് ദ ഡേറ്റിൽ ഫോട്ടോഷൂട്ട് ആയാലൊക്കെ കോഴിക്കോടുള്ള ആൾക്കാർ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചിത്രങ്ങളും ഇവിടുത്തെ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പിക്ചേഴ്സാണ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴുള്ള ഫസ്റ്റത്തെ ഒരു പിക്ചറാണിത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പിക്ചേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഒരുപാട് പിക്ചേഴ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫോട്ടോ എടുക്കാനും പിന്നെ വീഡിയോസ് എടുക്കാനും പറ്റിയ ഒത്തിരി നല്ല സ്പോട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ബാക്കി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നടന്ന് പോകുമ്പോൾ തന്നെ ഇടവഴിയിലൊക്കെ ഇടിഞ്ഞ കുറേ ബിൽഡിങ്സ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ബിൽഡിങ്സിൻ്റെ ഈ ചുമരിലാണ് ഈ മനോഹരമായ ചിത്രങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യമായ ഹിസ്റ്ററിയോ ഇതിൻ്റെ പിന്നിലുള്ള ഈ ഇതാരാണോ വരച്ചതൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അധികവും കാണാൻ പറ്റുന്ന ചിത്രം എന്നാൽ ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സും ബേർഡ്സും ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ കളക്ഷനുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫെമിലിയറായ ഒരു ചിത്രം തന്നെയാണ്. കാരണം നമുക്കറിയാം സേവ് ദ ഡേറ്റ് ഒക്കെ വരുമ്പോൾ എല്ലാവരും ഇവിടെ നിന്നാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന പ്ലേസ് എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഇവിടെ താമസിച്ചിരുന്ന ആളുകളുടെ വീടാണ്. ഇപ്പോൾ ഇവിടെ താമസമൊന്നുമില്ല. അപ്പോൾ പഴയകാല ഹിസ്റ്ററികളും ഒക്കെ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വീടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ മുറ്റയില്ല. ആകെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റോഡാണ്. അവിടെ മുറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. വീട് എന്ന് വെച്ചാൽ ഒരൊറ്റ നിലയിലാണ് വീടുള്ളത്. പിന്നെ അപ്പർ ഭാഗത്തുമാണ് വീട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇവിടുത്തെ പഴയകാല കൾച്ചറിലുള്ള വീടുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഗുജറാത്ത് സ്ട്രീറ്റിലെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മടങ്ങുകയാണ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് കാണാൻ പറ്റും കുടിസ് പോലെയാണ് വീടുകളൊക്കെ വരുന്നത്. എല്ലാം അടുത്തടുത്ത്. പക്ഷെങ്കിൽ എല്ലാ വീടിൻ്റെ മുകളിൽ കാണാം അതായത് 2 നില കെട്ടിടങ്ങളായിട്ടാണ് ഇവിടുത്തെ വീട് പണിതിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ മുറ്റങ്ങളോ കാര്യങ്ങളോ എല്ലാ വീടിനും മുറ്റം കുറവാണ്. ഓക്കെ, പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ പള്ളികൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പള്ളികൾ, അമ്പലങ്ങൾ അങ്ങനത്തെ ഒരു സംസ്കാരങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ ഇവിടുത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിൽഡിംഗ് ഒക്കെ ആകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ സംസ്കാരങ്ങളൊക്കെ ഇവരിപ്പോൾ പൊളിച്ച് കളഞ്ഞിട്ടാ. ഇങ്ങനത്തെ ഷോപ്സൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. കണ്ടില്ലേ, ഇവിടുത്തെ ഷോപ്സൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രീറ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു സ്ട്രീറ്റ് വരുന്നത്. ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എന്തായാലും തന്നെ വേഗം തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഇവിടുത്തെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിക്ചർ എന്താണെന്ന് എനിക്ക് തിരിഞ്ഞില്ല. ഇത് ഞണ്ടാണെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പിക്ചറിൻ്റെ കണ്ടില്ലേ ഈ ഭാഗങ്ങളൊക്കെ കട്ടായിട്ട് പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഈ പിക്ചർ നല്ല ക്ലിയർ ആയിരുന്നു. അപ്പോൾ വേറൊരു പിക്ചറാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു പിക്ചറാണ്. ഈ പിക്ചർ നമ്മുടെ കോഴിക്കോടിൻ്റെ ഹിസ്റ്ററി തന്നെ പറയുന്നുണ്ട്. അതായത് മാനാഞ്ചിറ സ്ക്വയർ, പിന്നെ നമ്മുടെ ലൈറ്റ് ഹൗസ്, പിന്നെ നമ്മുടെ ഉരു, പിന്നെ ഉള്ളതാണ് എന്താ പറയുക നമ്മുടെ ബീച്ച് സൈഡിലുള്ള കല്ലുകൾ. അതൊക്കെ ഈ ഒരു പിക്ചറിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പഴയകാല ഒരുപാട് ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു എന്താ പറയുക ഗുജറാത്ത് സ്ട്രീറ്റ് ഇവിടെ ഉള്ളത്. ഗുജറാത്ത് സ്ട്രീറ്റിൽ ഒരുപാട് പിക്ചേഴ്സും ഒക്കെ കണ്ടു. അപ്പോൾ ഇനി മറ്റൊരു സ്പോട്ടാണ് ഈ ഗുദാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നത്, അതുകൊണ്ട് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് ആൻറ്റി ഫ്രഷ് സാധനങ്ങളാണ്. അതായത് പഴയകാല പാത്രങ്ങളും പഴയകാല വസ്തുക്കളാണ് ഇതിൻ്റെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഗുദാം സ്ട്രീറ്റിലുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിക്ചേഴ്സൊക്കെ കുറവാണ്. കാരണം അപ്പോൾ എന്താ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ പിക്ചേഴ്സൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായി വരുമ്പോൾ കോഴിക്കോട് വരുമ്പോൾ എന്തായാലും ഈ ഗുജറാത്ത് സ്ട്രീറ്റ് എന്ന സ്ഥലം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് കാണണം, മിസ് ചെയ്യരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.